ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ 6 മണിയാകാനായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എയർപോർട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. പക്ഷേ നമുക്ക് റോഡൊക്കെ ആകെ തെറ്റിയിട്ടോ. പിന്നെ കാരണം അവിടെ നെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടൊന്നും പോകാൻ പറ്റിയൊരവസ്ഥയായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചുറ്റി തിരിഞ്ഞപ്പോഴേക്ക് ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ കാണലൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മളത് ക്യാൻസലാക്കി. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ അധികം ചായയും കാപ്പിയൊക്കെ കുടിക്കാറുള്ളത്. ഈ ഒരു ബ്രീസ് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കട. ഇത് സ്ഥലം കറക്റ്റായിട്ട് എനിക്ക് പറയാനൊന്നും അറിയില്ല. നമ്മൾ കോയമ്പത്തൂർ റൂട്ടിനുള്ളൊരു കട തന്നെയാണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ്. പക്ഷേ അടിപൊളി നല്ല വെറൈറ്റി സംഭവങ്ങളുണ്ടാവും കേട്ടോ. അതിൽ കേക്കാണെങ്കിലും അതുപോലെ ബ്രെഡ് സാൻഡ്വിച്ച് ആണെങ്കിലും ഒക്കെ സെറ്റാണ് കേട്ടോ. നമ്മളധികം ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ കഴിക്കാറ്. 2-3 കട ഒരുമിച്ചുള്ള പോലെയാണ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ടാവാറുണ്ട് അവിടെ. അത്യാവശ്യം നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. എന്തായാലും പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ ഓരോരുത്തരും ഓരോ സംഭവമാണ് കേട്ടോ ഓർഡർ ചെയ്യാറുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ എന്നാൽ പിന്നെ എല്ലാതും നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സംഭവമൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കരമൊക്കെ വെറൈറ്റി പലഹാരങ്ങളാണ് കേട്ടോ. നമ്മളവിടുത്തെ പോലെ ഒരു ജിലേബി ലഡു മാത്രമൊന്നുമല്ല, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അത് കാണാൻ തന്നെ നല്ല രസം, മുത്തൊക്കെ വെച്ച് ഒട്ടിച്ചൊക്കെ പോലെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് കുഞ്ഞാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഹൈദരാബാദിൽ പോയപ്പോൾ നിനക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, അപ്പോൾ എൻ്റെ വക നിനക്കൊരു ചുരിദാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് വരുമ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അവിടെ നല്ല ഐറ്റംസ് ഒന്നും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ വന്നിട്ട് എടുത്തുതരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അതങ്ങനെ വിട്ടു. അപ്പോൾ വരുന്ന വഴിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഏതായാലും പാലക്കാട് ഡ്രസ്സ് വേൾഡ് പോയിട്ട് നമുക്കൊരു ചുരിദാറൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഡ്രസ്സ് വേൾഡിലെത്തി. അടിപൊളി കസ്റ്റമൈസും അതുപോലെ തന്നെ അടിപൊളി സെലക്ഷനൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അടിപൊളി വെഡ്ഡിങ് ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്കതിങ്ങനെ കുറേ ടൈം നോക്കി നിൽക്കാനൊക്കെ ഇങ്ങനെ തോന്നും. പക്ഷേ നമുക്ക് രാത്രി ആയതുകൊണ്ട് കൂടുതൽ ടൈമും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുട്ടികൾക്ക് 1-2 സംഭവങ്ങൾ എടുത്തു. അതായത് ട്രൗസർ ടീഷർട്ട് അങ്ങനത്തെയൊക്കെ എടുത്തു. എനിക്കൊരു ചുരിദാർ എടുത്തു. അങ്ങനെ നമ്മളവിടുന്ന് കുട്ടികൾക്ക് എപ്പോഴും എടുക്കാറുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് കുഞ്ഞാക്കാക്ക് കൊടുക്കാൻ പോവുകയാണെങ്കിൽ അവരുടെ ഡ്രസ്സ് കണ്ടാൽ കണ്ണായ്മക്കൊന്ന് പോകും. അപ്പോൾ 1-2 അത് എടുത്തിട്ട് വരും. എന്തായാലും പാലക്കാടുള്ള ഈ ഒരു ഡ്രസ്സ് വേൾഡിക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എന്തായാലും എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ വരുമ്പോൾ പപ്പടം പോലെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചായ കുടിക്കാൻ കയറി ആ ഒരു കടയിൽ നിന്ന് അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ വണ്ടിയിലിരുന്നിട്ട് 1-2 പൊട്ടൊക്കെ അത് കഴിച്ചു കേട്ടോ. അവിടെ ഞാനും കുഞ്ഞാക്കി ചെറുതായിട്ടൊന്ന് തെറ്റിൽ പിന്നെ എവിടെ പോകണമെങ്കിലും ഞങ്ങൾക്ക് രണ്ടാക്കും മസ്റ്റാണ് കേട്ടോ. അപ്പം തന്നെ മിണ്ടും. പക്ഷെ എന്നാലും ചെറുതായിട്ട് ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ. ഡ്രസ് വേൾഡിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് പാലക്കാടിനുള്ള ഡെക്കാത്തലോണിക്കാണ്. കോയമ്പത്തൂരുള്ള ഡെക്കാത്തലോണിക്കാണ് നമ്മൾ ആദ്യം പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എയർപോർട്ട് തിരഞ്ഞു പോയപ്പോൾ റോഡ് ആകെ മാറി. അങ്ങനെ നമുക്ക് ആ ഒരു ഷോപ്പിലോട്ട് പോകാൻ പറ്റില്ല. ഹൈപ്പർ മാർക്കറ്റിലും മാളുകളിലും ഇതുപോലുള്ള ഡെക്കാത്തലോണിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം, നമ്മൾ വിചാരിക്കുന്ന സാധനങ്ങളല്ല കേട്ടോ നമ്മൾ വാങ്ങിക്കുക. വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട് നമ്മുടെ കയ്യിലെ കാശൊക്കെ കളയും. അങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ നമുക്കത് ഓർമ്മയില്ലാത്ത കാരണം നമ്മളത് വാങ്ങിക്കൂല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുമായിരിക്കും. അപ്പോൾ പിന്നെ അതൊന്നും നമ്മൾ 1-2 ഒക്കെ ഇങ്ങനെ വാങ്ങി. പിന്നെ ഞാൻ ജിമ്മിലിടാനുള്ള 1-2 ഡ്രസ്സൊക്കെ എടുത്തു. എന്തായാലും ഇവിടെ നല്ല റേറ്റ് ആണ്, പക്ഷേ നല്ല ക്വാളിറ്റി ആയിരിക്കും കേട്ടോ. നമ്മൾ മസാജ് ചെയ്യുന്ന ഒരു സാധനം, ഇവർക്ക് ഫുട്ബോൾ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് വീട് ഇരുന്നിട്ട് ഇതിന് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ എക്സസൈസ് ചെയ്യുന്ന സംഭവങ്ങൾ. അവിടുന്ന് പോകുന്ന കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു റോഡിൽ വണ്ടികളൊക്കെ അങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ അതൊന്ന് 2 വണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെന്നിട്ട് കഴിക്കാനുള്ള ഫുഡും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. വഴിന്ന് പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഡേ ഇവിടെ അവസാനിക്കാൻ കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ. കൂടെ തന്നെ ഒരു കമൻറ്റ് ഇട്ടോളൂ.